Hello everyone, welcome back to LK Group of Educational Services. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചൈനീസ് സിവിലൈസേഷനെ കുറിച്ച് പഠിച്ചു. അത് നമ്മൾ രണ്ട് പാർട്ടായിട്ട് ആ ഹോൾ സിലബസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ നമ്മളതിൽ ക്വസ്റ്റൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻ ആൻസേഴ്സ് നമ്മുടെ എക്സാം പെർവ്യൂവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. Ancient Chinese Civilization Question and Answer Session. How did ancient Chinese civilization overcome flooding challenges in the Yellow River region for agriculture? നമ്മൾ യെല്ലോ റിവറിനെ കുറിച്ച് പഠിച്ചിരുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ചൈനീസ് സിവിലൈസേഷൻ എടുക്കുമ്പോൾ യെല്ലോ റിവർ നമുക്കറിയാം. അപ്പോൾ ഈ യെല്ലോ റിവറിൽ ഫ്ലഡ് നടക്കുമായിരുന്നു. നമുക്കറിയാം കൂടുതൽ മഴ വരുമ്പോൾ എന്തായാലും ഇങ്ങനത്തെ റിവേഴ്സ് ഓവർഫ്ലോ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിൽ അതിൻ്റെ തൊട്ടടുത്താണ് പല സെറ്റിൽമെൻറ്റുകളും ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അഗ്രികൾച്ചർ ആയിരുന്നു മെയിൻ കൾട്ടിവേഷൻ എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനത്തെ അഗ്രികൾച്ചർ കൾട്ടിവേഷനിൽ ഈ യെല്ലോ റിവർ ഓവർഫ്ലഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഫ്ലഡ് നടക്കുമ്പോൾ എങ്ങനെയാണ് എന്തൊക്കെ മെഷർമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഫേസ് അവർ ഓവർകം ചെയ്തിരുന്നത്? How did ancient Chinese civilization overcome flooding challenges in the Yellow River region for agriculture? Options are advanced irrigation techniques, construction of river embankment, option C, use of drought-resistant crops, option D, volcanic soil enrichment. ആൻസർ എന്ന് പറയുന്നത് റിവർ എംബാങ്ക്മെൻറ്റ്സ്. അതായത് നമ്മളിപ്പോൾ ആലോചിക്കും, അതായത് ഏൻഷ്യൻ സിവിലൈസേഷനിൽ എങ്ങനെയാണ് ഒരു എംബാങ്ക്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ അതിന് വേണ്ട എക്വിപ്മെൻറ്റ്സ് ഉണ്ടായിരുന്നതെന്ന്. പക്ഷേ എന്നാൽ തന്നെ അത് തിരിച്ചു വിടാനും അതേപോലെ തന്നെ ആ വെള്ളം കൺട്രോൾ ചെയ്യാനുള്ള എംബാങ്ക്മെൻറ്റ് പണ്ട് കാലത്തെ ആ ഏൻഷ്യൻ പീരീഡിൽ തന്നെ ആ സിവിലൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഫ്ലഡിൽ നിന്ന്, അതായത് യെല്ലോ റിവറിൻ്റെ സൈഡുകളിലുള്ള സെറ്റിൽമെൻറ്റിൽ ഫ്ലഡുകളിൽ നിന്ന് ഓവർകം ചെയ്യാൻ അവർ യൂസ് ചെയ്ത മെഷർമെൻറ്റ്. Second question. What cultural technologies development around 700 BCE integrated the Yangtze Valley Kingdom into the Chinese world? അപ്പോൾ നമുക്ക് യാങ്സി വാലിയെ കുറിച്ച് അറിയാം. യാങ്സി വാലി കിങ്ഡമിൽ, അതായത് നമ്മൾ ചൈനീസ് സിവിലൈസേഷൻ എടുക്കുമ്പോൾ യാങ്സി വാലി കിങ്ഡത്തിൽ എന്ത് കൾച്ചറൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഡെവലപ്മെൻ്റ് ആണ് 700 BCയിൽ നമ്മൾ കണ്ടുവന്നത്? Options are iron tool and weapons, option B, common written language, option C, maritime trading network, option D, standardized currency system. ഇതിൽ കോമൺ റൈറ്റിംഗ് ലാംഗ്വേജ്, ആ സമയത്ത് അത് ലിറ്റററി എസ്റ്റാബ്ലിഷ്മെൻറ്റ് വരുന്ന ഒരു പീരീഡ് ആയിരുന്നു. അത് ആ സമയത്തിൽ ഒരു കോമൺ റൈറ്റിംഗ് സിസ്റ്റം, ഒരു കോമൺ ലാംഗ്വേജ് എസ്റ്റാബ്ലിഷ് ചെയ്ത ടൈമായിരുന്നു യാൻസി വാലിയുടെ ആ ഒരു ടൈം. അപ്പോൾ 700 BCയിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു? യാൻസി വാലി കിങ്ഡത്തിൽ കോമൺ റിട്ടൺ ലാംഗ്വേജ് എസ്റ്റാബ്ലിഷ് ചെയ്തതായിട്ടാണ് നമ്മൾ 700 BCയിൽ വലിയൊരു ടെക്നോളജിക്കൽ ഡെവലപ്മെൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. തേർഡ് വൺ. What advantage did nomadic people of Central Asian steppes have over settled farming population in ancient China? നമുക്കറിയാം, നമ്മൾ ഹോൾ ചൈനീസിൻ്റെ മാപ്പ് എടുത്ത് നമ്മൾ മൂന്നായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തത്, നോർത്ത് സൗത്ത് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട്. നമുക്കറിയാം മറ്റ് രണ്ട് ഭാഗത്തും റിവേഴ്സും അതിൻ്റേതായിട്ടുള്ള അഗ്രികൾച്ചറൽ സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പോലും സെൻറ്റർ കൂടുതലും നൊവാഡിക്സ് ആയിരുന്നു. അവരെന്ത് ചെയ്തു? മേലെയും താഴെയുള്ള സെറ്റിൽമെൻറ്റിനെ കൂടുതൽ ലൂട്ട് ചെയ്യാനും അതേപോലെ ഓവർ പവർ ചെയ്യാനും നോക്കിയിരുന്നു. അപ്പോൾ നമുക്കറിയാം സെൻട്രൽ ഏഷ്യൻ സ്റ്റെപ്പീസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സെൻട്രൽ ഏഷ്യൻ സ്റ്റെപ്പീസ് എന്താണ്, അതായത് ഈ ഫാമിംഗ് പോപ്പുലേഷൻ നോർത്തിലും സൗത്തിലും സെറ്റിൽ ചെയ്തിരുന്ന ഈ ഫാമിംഗ് പോപ്പുലേഷനെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ ഓവർത്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അവർ ചെയ്തിരുന്നത്? ഓപ്ഷൻസ് ആർ അഡ്വാൻസ്ഡ് അഗ്രികൾച്ചറൽ ടെക്നിക്സ്, ആക്സസ് ടു നാച്ചുറൽ റിസോഴ്സസ്, മൊബിലിറ്റി ഫോർ സ്വിഫ്റ്റ് ട്രേഡ് ആൻഡ് വാർഫെയർ, ആർക്കിടെക്ചറൽ സ്കിൽസ് ഫോർ സിറ്റി ബിൽഡിംഗ്. നമുക്കറിയാം ഈ അഡ്വാൻസ്ഡ് അഗ്രികൾച്ചർ ടെക്നിക്സ് എന്തായാലും സെൻട്രൽ ഏഷ്യയിൽ വേണ്ട, കാരണം അവർ ഫാമിങ്ങിലേക്ക് ഇൻവോൾവ് ആയിരുന്നില്ല. സെക്കൻഡ് വൺ, ആക്സസ് ടു നാച്ചുറൽ റിസോഴ്സസ്. നമ്മൾ നോക്കുമ്പോൾ ഫോറസ്റ്റ് അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ബാക്കി വാട്ടർ അങ്ങനെയൊക്കെ പറയുന്ന പല നാച്ചുറൽ റിസോഴ്സും അവർക്ക് ലാക്ക് ചെയ്തിരുന്നു. ആൻഡ് ഫോർത്ത് വൺ, അഗ്രികൾച്ചറൽ സ്കിൽസ് ഫോർ സിറ്റി ബിൽഡിംഗ്. ശരിയാണ്, സെൻട്രൽ ഏഷ്യ നമ്മൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ അഗ്രികൾച്ചറൽ കൺസ്ട്രക്ഷൻ അതിൻ്റേതായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് നമ്മളവിടെ കണ്ടുവന്നിരുന്നു. പക്ഷേ ബാക്കി നമ്മുടെ നോർത്തിനും സൗത്തിനും എടുക്കുമ്പോൾ ഓവർ പവർ ചെയ്യാൻ പറ്റിയിരുന്ന നമ്മുടെ സെൻട്രൽ ഏഷ്യൻ സ്റ്റെപ്പീസിൽ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് മൊബിലിറ്റി ഫോർ സ്വിഫ്റ്റ് റെയ്ഡ് ആൻഡ് വാർഫെയർ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം കുതിരകൾ പോലെ പല ആനിമൽസിനെ ടൈം ചെയ്ത് അവരുടെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള വെപ്പൻസ് ക്രിയേറ്റ് ചെയ്യാനും സ്റ്റെപ്പീസ് ഭയങ്കര നല്ല രീതിയിൽ അവർ ഡെവലപ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർ എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മൊബിലിറ്റി ഫോർ സ്വിഫ്റ്റ് ട്രേഡ് ആൻഡ് വാർഫെയർ ആയിരുന്നു അവരെ ബാക്കി നമ്മൾ നോർത്തും സൗത്തും എടുക്കുമ്പോൾ അവർ കുറച്ചുകൂടി സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എലമെൻറ്റ്. ഫോർത്ത് വൺ, ഹൂ വാസ് ഷൻ?
according to ancient Chinese records, and what role did he play in the Xia dynasty? ആരായിരുന്നു ഷൻ? നമ്മൾ ഷണ്ണിനെ കുറിച്ച് പഠിച്ചിരുന്നു. ആരാണ് ഷൻ? സിയ ഡൈനാസ്റ്റിനെ കണക്ട് ചെയ്യുമ്പോൾ ഷൻ എങ്ങനെയാണ് ഇത്ര ഫേമസ് ആയത് ചൈനീസ് റെക്കോർഡ്സിൽ? ഓപ്ഷൻസ് ആ military strategist, defeated rival tribes. Second one, last of the 5 emperors abdicated in favor of you. Skilled diplomat, formed alliances with neighboring states. Philosopher, laid foundation for Confucianism. നമുക്കറിയാം എന്തായാലും ഈ 3 ഓപ്ഷൻസ് എല്ലാം നമുക്കറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷണ്ണിനെ എടുക്കുമ്പോൾ ഷൻ എന്താണ് ചെയ്തത്? ഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് 5 എംപറേഴ്സിലെ എംപറർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ യുവിന് വേണ്ടിയിട്ട് ഫേവറായി സംസാരിച്ചത് ആരായിരുന്നു? ഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഷണ്ണിനായിട്ടുള്ള കണക്റ്റീവ് ആൻസർ എന്ന് പറയുന്നത് ലാസ്റ്റ് ഓഫ് ദ 5 emperors abdicated in favor of you. Fifth one, what archaeological evidence support the existence of the Xia dynasty and where was a potential capital site discovered in 1959? നമ്മൾ സിയ ഡൈനാസ്റ്റിന് തുടക്കം ഇൻട്രൊഡക്ടറി പാർട്ട് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് വായിച്ചിരുന്നു. അപ്പോൾ എന്ത് ആർക്കിയോളജിക്കൽ എവിഡൻസ് ആണ് സിയ ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്യിപ്പിച്ചത്? പിന്നെ അതായത് നമ്മൾ പൊട്ടൻഷ്യലി ഇതായിരുന്നു സിയയുടെ ക്യാപിറ്റൽ എന്ന് ഒരു ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ 1959 കൊണ്ടുവന്നിരുന്നു. അപ്പോൾ എവിടെയായിരുന്നു ആ ഒരു എക്സ്കവേഷൻ നമ്മൾ കണ്ടെത്തിയത്? ഓപ്ഷൻസ് ആ ഒറാക്കിൾ ബോൺ ഇൻസ്ക്രിപ്ഷൻ യാൻഷി, written record from the Xia period, Yellow River region, urban sites and bronze implement, Yangtze Valley, luxury grave goods and wall settlement, Central Asia. നമുക്കറിയാം എന്തായിരുന്നു ആൻസർ? നമ്മുടെ അതായത് ആർക്കിയോളജിക്കൽ എക്സ്കവേഷനിൽ നിന്ന് നമുക്ക് സിയ ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു എലമെൻ്റ് ആയിട്ട് നമ്മൾ കണ്ടെത്തിയത് എന്തായിരുന്നു? ഒറാക്കിൾ ബോൺ ഇൻസ്ക്രിപ്ഷൻ ആണ്. നമ്മൾ അതിൻ്റെ ഇമേജ് ഒക്കെ കണ്ടതാണ്. ഒറാക്കിൾ ബോൺ ഇൻസ്ക്രിപ്ഷൻ ആണ് സിയ ഡൈനാസ്റ്റിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിവ് തരാൻ കാരണമായത്. അതേപോലെ തന്നെ എവിടെയായിരുന്നു അതിൻ്റെ പൊട്ടൻഷ്യൽ ക്യാപിറ്റൽ നമ്മൾ 1959 ഡിസ്കവർ ചെയ്തത്? നമ്മൾ യാൻഷിയിലായിരുന്നു നമ്മൾ ഡിസ്കവർ ചെയ്തത്. ഇത് നമ്മൾ ഇൻട്രൊഡക്ടറി പാർട്ടിൽ പഠിച്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 6th one, what technological advancement around 18,000 BCE in the Yellow River region coincided with the appearance of the Shang dynasty? 1800 BCEയിൽ യെല്ലോ റിവർ റീജിയനിൽ നിന്ന് നമ്മൾക്ക് ഷാങ് ഡൈനാസ്റ്റിയുടെ അപ്പിയറൻസ് കണക്ട് ചെയ്യാൻ പറ്റിയ എന്താണ് നമ്മൾ കണ്ടെത്തിയത്? അല്ലെങ്കിൽ എന്ത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ് നമ്മൾ അറിഞ്ഞത്? ഓപ്ഷൻസ് ആർ ഇൻവെൻഷൻ ഓഫ് വീൽ, സ്പ്രെഡ് ഓഫ് വീൽഡ് വെഹിക്കിൾ, നോളജ് ഓഫ് അയൺ സ്മെൽറ്റിംഗ്, പ്രൊഡക്ഷൻ ഓഫ് അയൺ ടൂൾ. Option C, development of paper making techniques, and option D, mastery of bronze casting, production of bronze object. ഇതിൽ ബ്രോൺസ് ആണ്. കാരണം ഷാങ് ഡൈനാസ്റ്റി വന്നപ്പോഴേക്കും 1800 BC വന്നപ്പോഴേക്കും എന്താണ് ബ്രോൺസിന്റെ കൂടുതൽ ഇംപ്ലിമെന്റിങ് യൂസ് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ എന്ത് ചെയ്തു? അവർ ബ്രോൺസ് കാസ്റ്റിങ്ങുകൾ ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ പലതരം ബ്രോൺസ് ഒബ്ജക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമുക്ക് ഷാങ് ഡൈനാസ്റ്റി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ ഡി ആണ്. 7th one, during the later Zhou dynasty, what significant innovation emerged and which philosophy became dominant? നമുക്ക് സോ ഡൈനാസ്റ്റിയെ കുറിച്ച് അറിയാം. കാരണം സോ ഡൈനാസ്റ്റി നമ്മൾ ലാസ്റ്റ് ടൈപ്പ് പഠിച്ചതാണ്. സോ ഡൈനാസ്റ്റിയുടെ എന്ത് ഇന്നോവേഷൻ ആണ് നമ്മൾ ചൈനീസ് സിവിലൈസേഷനെ വെച്ചിട്ട് സിഗ്നിഫൈ ചെയ്ത് കൊണ്ടു നടക്കുന്നത്? അതേപോലെ തന്നെ ഏത് ഫിലോസഫിയാണ് സോ ഡൈനാസ്റ്റിയുടെ സമയത്ത് ഭയങ്കര ഡോമിനൻ്റ് ആയി ഇപ്പോഴും ചൈന ഓർത്ത് വെച്ചിരിക്കുന്നത്? ഓപ്ഷൻസ് ആർ ഇൻവെൻഷൻ ഓഫ് ഗൺ പൗഡർ, ഡോമിനൻസ് ഓഫ് ലീഗലിസം. Second one, spread of Buddhism, dominance of Daoism. Third one, rise of Confucianism, emergence of bureaucratic government. Option D, introduction of silk cultivation, dominance of Mohism. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷേ നമുക്ക് സോ ഡൈനാസ്റ്റിനെ കണക്ട് ചെയ്യുമ്പോൾ എന്താ നമുക്കറിയാം? സോ ഡൈനാസ്റ്റിയുടെ പീരീഡിൽ വന്ന ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു തിയറി ആയിരുന്നു എന്ത്? കൺഫ്യൂഷ്യനിസം മുന്നോട്ട് വന്നത് സോ ഡൈനാസ്റ്റിയിലായിരുന്നു. ഈ കൺഫ്യൂഷ്യനിസം കാരണം എന്താണ് ചൈനയ്ക്ക് സംഭവിച്ചത്? നമുക്ക് ബ്യൂറോക്രാറ്റിക് ഗവൺമെന്റ്, ഇപ്പോഴും ചൈന ഫോളോ ചെയ്യുന്ന ബ്യൂറോക്രാറ്റിക് ഗവൺമെന്റ് അല്ലെങ്കിൽ കൺഫ്യൂഷ്യനിസം സ്ട്രാറ്റജി ആയിരുന്നു സോ ഡൈനാസ്റ്റിയിൽ മുന്നോട്ട് വന്നത്. 8th one, which dynasty followed the Qin dynasty and how did it contribute to the identity of the Chinese people? ഏത് ഡൈനാസ്റ്റിയാണ് ക്വിൻ ഡൈനാസ്റ്റി കഴിഞ്ഞിട്ട് മുന്നോട്ട് വന്നത്? അതേപോലെ തന്നെ എങ്ങനെയാണ് അവർ ചൈനീസ് ആൾക്കാർ അല്ലെങ്കിൽ ചൈനീസ് വ്യക്തികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എങ്ങനെയാണ് നമ്മളെ സഹായിച്ചത്? അതിനുള്ള കോൺട്രിബ്യൂഷൻ എന്താണ് ക്വിൻ ഡൈനാസ്റ്റി ചെയ്തത്? ആൻഡ് ഓപ്ഷൻസ് ആർ ഹാൻ ഡൈനാസ്റ്റി, പ്രൊമോഷൻ ഓഫ് ലീഗലിസം, സോ ഡൈനാസ്റ്റി, എക്സ്പാൻഷൻ ഓഫ് മിലിറ്ററി പവർ,
Tang Dynasty, promotion of Buddhism. Ming Dynasty, establishment of maritime trade route. ഇതിൽ നമുക്കറിയാം Han Dynasty കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. Qing Dynasty കുറേ അധികം അതും ഈ ഒരു ഡൈനാസ്റ്റിയും കുറേ ചൈനീസ് സിവിലൈസേഷന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും Han Dynasty വന്നപ്പോഴാണ് എന്ത് പറ്റിയത്, കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ് നമ്മൾ കണ്ടത്. ചൈനീസ് അത് പല ഭാഗത്തും ഇങ്ങനെ ചെതറി നിന്നിരുന്ന സെറ്റിൽമെൻറ്റിനെയൊക്കെ ഒന്നിച്ചു കൊണ്ടുവന്ന് അവർ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ആർക്കാണ് പറ്റിയത്, Han Dynastyയിലാണ്. അത് Han Dynasty ആയിരുന്നു അത്ര വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൊണ്ടുവന്ന്. അതുകൊണ്ടാണ് Qing Dynasty കഴിഞ്ഞിട്ട് Han Dynasty ഇത്ര ഫേമസ് ആയിട്ട് ചൈനീസ് സിവിലൈസേഷനിൽ നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ അവരെന്ത് ചെയ്തു, ലീഗലിസം എന്ന് പറഞ്ഞ ഒരു തിയറി അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഡൈനാസ്റ്റി വെൽ രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവും ചെയ്തു. 9th one. What marked the end of Han Dynasty and what happened during the subsequent period of weakness in China? എന്താണ് Han Dynastyയുടെ എൻഡിലേക്ക് എത്താൻ അല്ലെങ്കിൽ Han Dynastyയുടെ കംപ്ലീറ്റ് ഡെമോളിഷൻ വരാൻ കാരണം എന്താണ്? അതേപോലെ തന്നെ എന്താണ് ഈ ചൈന, അതായത് ചൈനയുടെ നമ്മൾ ഫുൾ ക്രൊണോളജി എടുക്കുമ്പോൾ ഏത് സബ്സിക്വൻറ്റ് പീരീഡ് ആയിരുന്നു ആ ചൈനയുടെ ആ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഈ ഡൈനാസ്റ്റികളെ വീഴ്ത്താൻ കാരണം? വാട്ട് വാസ് ദാറ്റ് വീക്ക്നെസ് ഓഫ് ഇറ്റ്? Options are invasion by Mongol forces, established of Mongol rule, internal rebellion, fragmentation into several successor states, economic collapse, adoption of barter system. Option D, introduction of gunpowder, rapid technological development. ഇതൊക്കെ നമ്മൾ വേറെ പെർസ്പെക്റ്റീവിൽ എടുക്കുമ്പോൾ ഈ ഓപ്ഷൻസ് എല്ലാം കറക്റ്റാണ്. പക്ഷെ Han Dynasty വീഴാൻ കാരണവും അതേപോലെ തന്നെ ചൈന കൂടുതൽ വീക്ക് ആവാനും കാരണം എന്തായിരുന്നു? നമുക്കറിയാം ഇന്റേണൽ റെബലിയൻ ആയിരുന്നു. അതായത് പല ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അവരെയൊക്കെ ഓരോ റൂളേഴ്സിനെ വെച്ചിരുന്നെങ്കിൽ പോലും എന്നിട്ട് അതിനെ നമുക്കറിയാം നമ്മുടെ എംപറർ അല്ലെങ്കിൽ കിങ് ഗവേൺ ചെയ്തിരുന്നെങ്കിൽ പോലും ആ സെറ്റിൽമെന്റ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിബല്യൻ തുടങ്ങി. അവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ആയി. പിന്നീട് അവരെന്ത് ചെയ്തു, അവർ ഹോൾ കിങ്ങിനെതിരെ അവർ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്തായിരുന്നു ആ ഡൈനാസ്റ്റി, Han Dynasty വീഴാൻ കാരണം? ഇറ്റ് വാസ് ഇന്റേണൽ റെബല്യൻ. ആൻഡ് എന്തായിരുന്നു അതിനുള്ള റീസൺ? അതിൽ ഫ്രാഗ്മെന്റ് പല ഇതുകളായിട്ട് സെവറബിളായിട്ട് ഈ സ്റ്റേറ്റുകൾ പോയി. അതേപോലെ തന്നെ അതിൻ്റെ സക്സസേഴ്സിന് ഒരിക്കലും ഇങ്ങനെ നിൽക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എവ്രിബഡി വാണ്ടഡ് പവർ. ആ റീസൺ ആയിരുന്നു Han Dynasty വീഴാൻ കാരണം, ചൈന വീക്ക് ആവാനും കാരണം. Now the last question. How did the Han Dynasty contribute to the governance structure of ancient India, leaving legacy for future generation? എങ്ങനെയാണ് Han Dynasty ഇപ്പോൾ ഉള്ള ചൈനയുടെ ഗവേണൻസിന് എങ്ങനെയാണ് Han Dynasty കോൺട്രിബ്യൂട്ട് ചെയ്തത്? എങ്ങനെയാണ് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി ഒരു ലെഗസി തന്നെ Han Dynasty ക്രിയേറ്റ് ചെയ്തത്? ഓപ്ഷൻസ് ആ theocratic government, advanced irrigation system, merit-based bureaucracy, root of Confucianism in governance. Option C, parliamentary system, promotion of legalism. Option D, caste system, expansion of trade route. നമുക്കറിയാം എന്തായിരുന്നു ഉത്തരം എന്ന്. കാരണം Han Dynastyയിലാണ് ഇപ്പോഴും ചൈന ഫോളോ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. എന്താണ്? അവർ മെറിറ്റ് ബേസ്ഡ് ബ്യൂറോക്രസി, അവർ മെറിറ്റ് ഓരോരുത്തരുടെ ഇൻ്റലക്ച്വൽ മെറിറ്റ് ബേസ്ഡ് ആയിട്ട് ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ കൊടുത്തിരുന്നു. അവരതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ എന്ത് കിട്ടിയിരുന്നു? അവർക്ക് പ്രൊമോഷനും കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആ സിസ്റ്റം നല്ല സ്ട്രോങ് ആയിട്ട് നിന്നു. അപ്പോൾ ഇതിലെ ഓപ്ഷൻ എന്താണ്? മെറിറ്റ് ബേസ്ഡ് ബ്യൂറോക്രസി. നമ്മുടെ കഴിവുകൾക്ക് അനുസരിച്ചായിരുന്നു അവർക്ക് പൊസിഷൻ കൊടുത്തിരുന്നത്. അതേപോലെ തന്നെ ഇത് ഏത് തിയറിയിലേക്കാണ് റൂട്ട് ഔട്ട് ചെയ്യുന്നത്? കൺഫ്യൂഷനിസത്തിലേക്കാണ്. ഇപ്പോഴും കൺഫ്യൂഷനിസം തിയറി തന്നെയാണ് അവർക്ക് ഗവേണൻസിന് വേണ്ടിയിട്ട് ബേസ് ആയിട്ട് പേവായി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാം മെറിറ്റ് ബേസ്ഡ് ബ്യൂറോക്രസി, റൂട്ട് ഓഫ് കൺഫ്യൂഷനിസം ഇൻ ഗവേണൻസ്. ഇതാണ് 10th ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ ചൈനീസ് സിവിലൈസേഷൻ പഠിക്കുമ്പോൾ നമുക്കറിയാം നമുക്കിത് വൺ വേർഡിൽ ഉത്തരങ്ങൾ കൊടുക്കാൻ പറ്റില്ല. കാരണം കൂടുതലും തിയറി ബേസ്ഡ് ആണ്, കൂടുതലും ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ആണ്. അപ്പോൾ ചൈനീസ് സിവിലൈസേഷൻ നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്നും ഈ ക്വസ്റ്റൻ ആൻസർ സെഷൻസിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്നും ഞാൻ വിചാരിക്കുന്നു. സോ അൺടിൽ വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ, ഓൾ ദി ബെസ്റ്റ് ആൻഡ് പ്രിപ്പയർ വെൽ. താങ്ക് യു.